നമ്മുടെ ആശുപത്രി സരസ്വതി ഹോസ്പിറ്റൽ ഡയബറ്റിക് മാനേജ്മെന്റിന് പ്രത്യേക ഇത് തന്നെ പാക്കേജ് അല്ല, പ്രത്യേക ഒരു പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇതിന്റെ സരസ്വതി ഹോസ്പിറ്റലിന്റെ സ്ഥാപകനായ അജയകുമാർ സാറിന്റെ മാതാവ്, ഞാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ട ഒരു ഇതാണ്, സാർ പറഞ്ഞു തന്നെ അറിവാണ്. സാറിന്റെ എല്ലാമായ മാതാവ് സരസ്വതി അമ്മ ടീച്ചർ ഇങ്ങനെ ഡയബറ്റീസ് വന്ന് സാറിന്റെ ചെറിയ പ്രായത്തിൽ സാറിന് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന്റെ വിഷമം സാറിന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും സാറ് അതിനെ ഒരു പോരാട്ടമായി എടുത്ത് ജീവിതത്തിൽ പഠിച്ചൊരു ഡോക്ടറായി സർജറിയിൽ പിന്നെ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗത്തിന് അല്ലെങ്കിൽ അതിലെ സർജറിയിൽ ഡയബറ്റീസ് ഫുഡ് എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി തന്നെ സാർ മെഡിക്കൽ കോളേജിന് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഒരു സ്പെഷ്യാലിറ്റിയായി വളർത്തി അത് ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കല്ല, ഡോക്ടർമാരിലേക്കിടയിൽ പോലും ഒരു പുതിയ സ്പെഷ്യാലിറ്റിയായി കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട്, അതായത് തുടർന്ന് കൈകാൽ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് രോഗികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാറ് പ്രത്യേകമായി ഇതിനു വേണ്ടി മുഖ്യത്വം കൊടുത്ത് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല പല പഞ്ചായത്തുകൾ, ഇപ്പൊ പാറശാല പഞ്ചായത്തും പലയിടങ്ങളിലും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഫ്രീ ആയിട്ടുള്ള ഇത് സരസ്വതി ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു സഞ്ചരിക്കുന്ന ഡയബറ്റിക് ക്ലിനിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജുകളിലും പോയി, പാറശാലയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലുള്ള ഓരോ പഞ്ചായത്തുകളിലും പോയി അവിടുത്തെ ജനങ്ങളെ അങ്ങോട്ട് പോയി കണ്ട് ഇതിനുള്ള സകലവിധ അറിവുകളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഡയബറ്റീസിനെ കുറിച്ച് അറിയാത്ത ജനങ്ങളിലും ഇതിന്റെ സന്ദേശം എത്തിച്ച് അവരെ ആശുപത്രിയിൽ ഈ ക്ലിനിക്കിൽ ഫ്രീ ആയി പരിശോധിക്കാണ്. ആയിരക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഈ ഒരു ചികിത്സ തികച്ചും സൗജന്യമായി ക്ലിനിക്കിൽ വെച്ച് ചെയ്യുകയും അവരെ ആശുപത്രിയിലേക്ക് ഇത് തുടർ ചികിത്സയ്ക്ക് കൊണ്ടുവരികയും അവർക്ക് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അവിടെ ക്ലിനിക്ക് നടക്കുന്നുണ്ട്. ഫ്രീ ക്ലിനിക്കാണ്. അതിൽ സാറ് ക്ലാസ് എടുക്കുകയും ഡയബറ്റീസിന്റെ ഈ ഇത്തരം ബുദ്ധിമുട്ടുകളെ കുറിച്ചും അതിന്റെ ഓവർകം ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ അത് വളരെ ഓരോരോ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാരെ വെച്ച് ഓരോ ഞായറാഴ്ചയും ഇവിടെ സരസ്വതി ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു ഹോസ്പിറ്റലും കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇതെല്ലാം സാറിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് സാർ ചെയ്യുന്നതാണ്. മറ്റൊരു ഹോസ്പിറ്റലും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ചികിത്സ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പോലും ഇത്രയും നല്ലൊരു ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതായിട്ട്, അതായത് ഡോക്ടർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളിയുടെ ജീവിതം പോലും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് അറിവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡയബറ്റിക് ഫുഡ് ക്ലിനിക്ക് അല്ലെങ്കിൽ അതായത് ഡയബറ്റിക് ക്ലിനിക്ക് നടക്കുന്നത് സരസ്വതി ഹോസ്പിറ്റലാണെന്ന് എനിക്ക് നിസ്സംശയം പറയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാദം ഏതവസ്ഥയിലായിക്കോട്ടെ നിങ്ങൾ രക്ഷിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ആശുപത്രിയിൽ വരണം, സാറിനെ കാണണം. കണ്ട് നിങ്ങളുടെ പാദം ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും മോശം അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ട ചികിത്സാ രീതികൾ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഇത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്റെ ജീവൻ പോകുമോ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ ആശുപത്രിയും സരസ്വതി ഹോസ്പിറ്റലിലെ ഡോക്ടർ അജയകുമാർ സാറുമാണ്. എനിക്ക് ഒരു കാലത്തും ഈ ആശുപത്രിയും ഇത് മറക്കാനേ ആവില്ല. ഇതിനെല്ലാം കാരണം സരസ്വതി ഹോസ്പിറ്റലും അജയകുമാർ സാറും ഇവരുടെയൊക്കെ സ്നേഹപരിചരണങ്ങളും കാരണം മാത്രമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. അഭിലാഷേട്ടന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് പേര് കഷ്ടതകളൊക്കെ അനുഭവിച്ച് തിരിച്ച് രണ്ടാമത് ജീവിതത്തിലൊക്കെ കടന്നു വരികയും തിരിച്ച് സന്തോഷത്തോടുകൂടെ സരസ്വതി ഹോസ്പിറ്റലിൽ നിന്ന് പോയവരും ഒരുപാട് പേരുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ സരസ്വതി ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വരുന്ന ഓരോ രോഗിയും ഒരു കുടുംബാംഗത്തെ പോലെ പരിഗണിച്ച് വേണ്ട പരിചരണം നൽകുന്നത് സരസ്വതി ഹോസ്പിറ്റൽ എടുക്കുന്ന എഫേർട്സ് കുറച്ചൊന്നുമല്ല. ഇതിപ്പോ കേട്ടത് ഒരു കഥയാണ്. ഇതുപോലെ ഒരുപാട് കഥകൾ ഇനിയും കാണാനും കേൾക്കാനും ഉണ്ട്.